വീടൊക്കെ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ പെയിൻറ്റ് ബക്കറ്റിൻ്റെ അടപ്പൊക്കെ നമുക്കിതാ ഇതുപോലെ കിട്ടാറുണ്ടല്ലേ. സാധാരണ നമ്മൾ ഈ പെയിൻറ്റ് ബക്കറ്റിൻ്റെ അടപ്പൊക്കെ അങ്ങ് കളയാറല്ലേ പതിവ്. ഇനി അങ്ങനെ കളയണ്ട കേട്ടോ. എല്ലാ പെയിൻറ്റ് ബക്കറ്റിൻ്റെ അടപ്പും എടുത്തിട്ട് നമുക്കൊരു കിടിലൻ സാധനം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ചൊരു മീഡിയം ടൈപ്പിലുള്ള ഒരു പെയിൻറ്റ് ബക്കറ്റിൻ്റെ അടപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം കേട്ടോ. അതിന് മുന്നേ പെയിൻറ്റ് ബക്കറ്റിൻ്റെ അടപ്പിലേക്ക് നമുക്ക് കുറച്ച് പെയിൻറ്റ് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാം. ഞാൻ ആദ്യം യെല്ലോ കളർ പെയിൻറ്റും അതുപോലെ തന്നെ കുറച്ച് ഗ്രീൻ കളർ പെയിൻറ്റുമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുക്കാൻ നോക്കിയിട്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല നൈസായിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഇനി നമ്മളൊരു ബ്ലാക്ക് കളർ പെയിൻറ്റ് എടുത്തതിന് ശേഷം ഒരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ വരച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞ് വേണ്ട, കുറച്ച് വലിയ ബട്ടർഫ്ലൈ തന്നെ ആയിക്കോട്ടെ, വരച്ചെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ ബട്ടർഫ്ലൈയുടെ ഔട്ടർ ലൈനൊക്കെ ഒന്ന് വരച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ബട്ടർഫ്ലൈയെ കുറച്ചുകൂടി ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള പെയിൻറ്റും കൂടി അകത്തേക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതേ നമ്മുടെ ബട്ടർഫ്ലൈ കംപ്ലീറ്റ് ആയിട്ടും പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്കായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ബ്രൗൺ കളർ പെയിൻറ്റ് എടുത്തതിന് ശേഷം ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പുറം ഭാഗത്തും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുറവുള്ള പോലെ എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് ഒരു ഗ്രീൻ കളർ, ഡാർക്ക് ഗ്രീൻ കളർ എടുത്തതിന് ശേഷം കുറച്ച് ഇലയും പൂവും ഒക്കെ വരച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയാവുമല്ലോ. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും കൂടി കാണാം. അതിന് മുന്നേ തന്നെ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ സൈഡിൻ്റെ ഒരു ഭാഗമൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്യാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം, അപ്പോൾ ഞാൻ ചെറിയ അടപ്പിലും ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് ബട്ടർഫ്ലൈയെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ 3 ബട്ടർഫ്ലൈസിനെയും നമുക്ക് നമ്മുടെ വീട്ടിലൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഭിത്തിയിലേക്ക് ഇതുപോലെ ഒട്ടിച്ച് വെച്ചാൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. അത്രയൊക്കെ ഉള്ളൂ. താങ്ക്